ശ്രദ്ധിച്ച് കിടക്കുമല്ലോ വിസ്മയിപ്പിച്ച വിരും സർക്കാരം. ഇതാണ് എന്റെ കഥയുടെ പേര്. വിശപ്പ്, അതികൂടും വിശപ്പ്, അതിശക്തമായ വിശപ്പ്. യുദ്ധമുഖത്ത് അവർ കിടന്നു കീറുകയാണ്. ഈ രംഗം കൊണ്ട് ജാബിറാൻ ഒട്ടും സഹിച്ചില്ല. ജാബിറാൻ അന്ന് കരുതുന്ന കൂട്ടുകാരെ ഒരു ആട്ടുമുട്ടയും കുറച്ച് ഗോതമ്പും സംഘടിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈലാബിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടുള്ള വിളി കേട്ട് ഭർത്താവിന്റെ മുന്നിൽ വന്നു നിന്നു. വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കും. കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുമിതിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചായത്തേക്ക് നീങ്ങി. പിന്നീട് വീട്ടിൽ സംഭവിച്ചതൊന്നും ലാഭകരമാവുന്നില്ല. എന്നാൽ സംഭവിച്ചതെന്ന് കൂട്ടുകാരെ, ആടിനെ അറുത്തരങ്ങും തന്റെ പിഞ്ചു 2-4 വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരിക്കുന്നു. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തപ്പോലെ ഞാൻ നിന്നെയും അറുത്തോട്ടെ? എന്താണ് മരണമെന്ന് ഒന്നും നിശ്ചയം വരായിരുന്നു. പിഞ്ചു മക്കളല്ലേ അവർ. ജാബിർ ആടിനെ അറുത്തപ്പോലെ മൂത്തവൻ ഇളയ മകനെ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ പിഞ്ചുക്കത്തിൽ നിന്ന് നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാടിത്തൊഴുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കെ ധന്യമായി നോക്കി. ഈ രംഗം കണ്ട് മൂത്തവൻ ദുഃഖത്തിൽ ഓടുന്നു. ഓടുന്നിടയിൽ മറ്റൊന്നും സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തങ്ങി വീണു. ഇന്നാലില്ല, ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഉയർന്ന പാതിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ താങ്ങാൻ കഴിയുന്നത് ഇല്ല. സ്നേഹത്തിയായ ഉമ്മ എങ്ങനെ താങ്ങില്ല? ലോകത്തൊരു ഉമ്മക്കുള്ളിൽ താങ്ങാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറയുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് എത്തി. സുഹൈലാബി ആകെ ബേജാറായി. കടൽ പോയ പ്രസിദ്ധമായിരുന്നു സുഹൈലാബിയുടെ മനസ്സ്. ഒരു ഭാഗത്ത് പ്രവാചകരുടെ ഇഷ്ടത്തോളം വെക്കുന്നു. അത് തിരങ്ങളെ ചുംബിക്കുന്ന തിരമാല പോലെ ആയിരുന്നു. ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിറയുടെ സ്നേഹത്തോടുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല. ആ വിളിയെന്ന് കേട്ടതോടെ സുഹൈലാബിയുടെ മനസ്സിലൊരു കുളിർ വീശി. പ്രവാചകരോടുള്ള പ്രേമത്തിന്റെ ഒരു ജാബിർ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി ഭക്ഷണം വിട്ടു വെക്കുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം, എവിടെ നിന്റെ മക്കൾ? സുഹൈല ബീവി ചോദിച്ചു. മക്കൾ എവിടെ? വിഷയം മാറ്റം പല ദരിദ്രം സുഹൈല ബീവി ശ്രമിച്ചു. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി സങ്കടത്തോടെ പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബിറായ വിഷയങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്ന ജാബിർ, ജാബിറിന്റെ 2 മക്കളെ വരൂ. അത്ഭുതം, അത്ഭുതം. ചോരയിൽ പുതിഞ്ഞു മൂടിയ ആ 2 മക്കളും അതാ എഴുന്നേറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. വിളിച്ചാൽ വരുമല്ലോ. ഇതോടുകൂടി സർക്കാരത്തിൽ ജാബിറയുടെ വിളി സാക്ഷിയായി. കൂട്ടുകാരെ, ആരംഭപ്പൂവിനോട് അതിനുള്ളില്ലാത്ത സ്നേഹം നമുക്ക് എല്ലാവർക്കും കഥയുടെ വായിച്ചേക്കാമല്ലോ. സുഹൈലാബിയുടെ മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും